ഹേ ഗൈസ്, വെട്രിമാരൻ്റെ സംവിധാനത്തിൽ വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഏറ്റവും പുതിയതായി റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് വിടുതലൈ പാർട്ട് 2. 2021 റിലീസായ വിടുതലൈ പാർട്ട് 1ൻ്റെ രണ്ടാം ഭാഗമാണ് വിടുതലൈ പാർട്ട് 2. അപ്പോൾ തീർച്ചയായിട്ടും വിടുതലൈ പാർട്ട് 1 തിയേറ്ററിലോ OTTയിലോ കാണാൻ സാധിക്കാത്ത ആൾക്കാർ തീർച്ചയായും വിടുതലൈ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം വിടുതലൈ പാർട്ട് 2 എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ്, സ്റ്റോറിയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം രണ്ടാം ഭാഗം കാണാനായിട്ട് പോവുക. ഒന്നാം ഭാഗത്തിൽ സൂരി എന്ന നടൻ്റെ അല്ലെങ്കിൽ സൂരി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ പോലീസുകാരൻ്റെ കഥയും കഥാപശ്ചാത്തലവുമാണ് ഒന്നാം ഭാഗത്തിൽ പറയുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ വിജയ് സേതുപതി എന്ന നടൻ അവതരിപ്പിക്കുന്ന പെരുമാൾ എന്ന കഥാപാത്രത്തിലൂടെയുള്ള യാത്രയാണ് രണ്ടാം ഭാഗം. ഒന്നാം ഭാഗത്തിൽ സൂര്യയുടെ മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചെങ്കിൽ രണ്ടാം ഭാഗത്തിൽ വിജയ് സേതുപതി എന്ന അസാധ്യ നടൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സെക്കൻഡ് പാർട്ടിൽ വിടുതലൈ പാർട്ട് 2 കാണാനായിട്ട് സാധിച്ചത്. ഒരു കാര്യം പറയാതെ വയ്യ, ഞാൻ എന്ന സിനിമാ പ്രേമി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനെനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് വെട്രിമാരൻ സാർ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ തന്നെയാണ്. വെട്രിമാരൻ്റെ സിനിമകളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട്. എങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകളൊക്കെ അത്രയ്ക്കും മൈൽ സ്റ്റോൺസ് ആണ്. അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം ആ സിനിമ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നാഷണൽ അവാർഡിന് വേണ്ടി പോയിട്ടുണ്ടായിരിക്കും എന്നതാണ് അതിനകത്തെ മറ്റൊരു സത്യം. സിനിമയിലെ പെർഫോമൻസുകളെ പറ്റി തീർച്ചയായിട്ടും പറയണം. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് വെട്രിമാരൻ സിനിമകളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഇന്ന ആളെന്നില്ല, എല്ലാവർക്കും ഒരു ചെറിയ റോളിൽ വരുന്ന ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിൽ വരുന്ന കഥാപാത്രത്തിന് പോലും മികച്ചതായി പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും സിനിമയിലും കൃത്യമായിട്ട് കൊണ്ടുവരാറുണ്ട്. അതാണ് വെട്രിമാരെന്ന സംവിധായകൻ മറ്റ് സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിട്ടിയ റോള് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അസുരനാഥ് കൊടുത്തേക്കുന്ന കണക്കുള്ള ആ ഒരു ടൈപ്പ് റോളല്ല, ഒരു കോമ്രേഡ് ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൂര്യക്ക് പെർഫോമൻസ് പൊതുവെ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡിൽ കുറവാണ്. പൂർണ്ണമായിട്ടും വിജയ് സേതുപതിയുടെ പൂണ്ടുവിളയാട്ടം തന്നെയാണ്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപ് ഒരു ചെറിയ റോളിലാണ് വരുന്നത്. അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, ഞെട്ടിച്ച് ഒരു 10-15 മിനിറ്റിൽ വന്നിട്ട് ഞെട്ടിച്ചൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെന്നാണ്. കെന്നിൻ്റെ കിടിലം പെർഫോമൻസ് ആണ്. അതായത് കെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരൻ സിനിമയ്ക്കകത്ത് ധനുഷിൻ്റെ ഏറ്റവും ഇളയ മകനായിട്ട് അഭിനയിച്ച പയ്യനാണ് കെന്ന്. കിടിലം പെർഫോമൻസ് ആണ്. ഒരു 15 മിനിറ്റിലാണ് വരുന്നത് സിനിമയിൽ. ശരിക്കും സ്കോർ ചെയ്തിട്ടുണ്ട് പുള്ളി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കിടിലം പെർഫോമൻസ് ആണ്. വളരെ മികച്ചതായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ അത് കൃത്യമായിട്ട് കെന്നിൻ്റെ ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വിജയ് സേതുപതി ഇന്ന് വരെ ചെയ്തേക്കുന്ന സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വേണം തന്നെ പറയാനായിട്ട്. അത് കൃത്യമായ കൈകളിൽ തന്നെ എത്തിയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള വിജയ് സേതുപതിയുടെ കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു അധ്യാപകനിൽ നിന്ന് ഒരു മികച്ച വിപ്ലവകാരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും പല കാലഘട്ടങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പെരുമാറുന്ന രീതികളായിക്കോട്ടെ, ആ ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്രായത്തിൻ്റെ വ്യത്യാസമൊക്കെ കറക്റ്റായിട്ട് കാണിക്കാൻ വിജയ് സേതുപതി എന്ന നടന് കൃത്യമായിട്ടും സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കോ, റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ വന്ന് കുറച്ചുകൂടെ മാസ്സായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ നമ്മൾ വിടുതലൈ പാർട്ട് 1 കണ്ടവർക്ക് അറിയാം ഏതാണ് ആ ഒരു ടൈപ്പ്. വെട്രിമാരൻ്റെ സിനിമ എന്താണെന്ന് അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും പോയി കാണാവുന്ന സിനിമയാണ്. നമ്മളൊരു മാസ് സിനിമയോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല സിനിമയ്ക്ക് പോകേണ്ടത്.
ഇത് ശരിക്കും ഒരു ക്ലാസ് സിനിമ തന്നെയാണ്. വെട്രിമാറിൻ്റെ എല്ലാ ടച്ചും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻപിറങ്ങിയ സിനിമകളോട് അത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്രയും എഫക്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ ആ ഒരു ഓരോ സിനിമയും ഓരോ രീതിയാണ് പറയുന്നത്. സെക്കൻഡ് രണ്ടാം ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് അന്നത്തെ ജാതി രാഷ്ട്രീയം, മതം, അവിടുത്തെ ആളുകളുടെ എല്ലാവരും ഒന്നായിട്ട് ചിന്തിക്കണം, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ, ഈ ഒരു ടോപ്പിക്കൊക്കെ തന്നെയാണ് സിനിമയിൽ മൊത്തത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതിലാണ് വെട്രിമാരൻ എന്ന സംവിധായകൻ്റെ വിജയം. തീർച്ചയായിട്ടും നമ്മളൊരു ഈ പറഞ്ഞ കണക്ക് മാസ് സിനിമ കണ്ടിട്ട് പോയി ആ ഒരു മൂഡിൽ കാണണ്ടല്ലേ. സിനിമയിലെല്ലാം ഉണ്ട്, പ്രണയമുണ്ട്, ഇമോഷൻസ്, എല്ലാ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു ചോളക്കാടിനകത്ത് കിടന്നുകൊണ്ട് ഒരു ആക്ഷനുണ്ട്. അത് കിടിലം പരിപാടിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് വിജയ് സേതുപതിയുടെ പെർഫോമൻസ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് അധ്യാപകനായിരിക്കെ അദ്ദേഹം അനീതി കാണുമ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് എത്തുകയും അവരിൽ നിന്ന് സഹായം നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയും അത് ചതിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വിപ്ലവകാരിയിലേക്ക് മാറിക്കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ മാറ്റമൊക്കെ കൃത്യമായിട്ടും ഒരു കോമ്രേഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം ഈ സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് പല രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കാൻ വെട്രിമാരൻ എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്കുണ്ടായ ഫീല്. കാടിൻ്റെ പശ്ചാത്തലമൊക്കെ പഴയ കാലഘട്ടമൊക്കെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. രണ്ട് കാര്യം ഏറ്റവും എടുത്ത് പറയണം. ഒന്ന് സിനിമാറ്റോഗ്രാഫി, രണ്ട് മ്യൂസിക്. രണ്ടും മികച്ച് നിൽക്കുന്ന പാട്ടുകളല്ല, BGM ഒക്കെ ശരിക്കും ചില ഇമോഷണൽ സീനിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും കണക്റ്റ്, സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള BGM ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും വളരെ മികച്ച് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഒന്നാം ഭാഗം കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും വിടുതലെ പാർട്ട് 2 തിയേറ്ററിൽ തന്നെ പോയി കാണാം.